ഹലോ. എന്തായി? സ്റ്റിച്ച് ചെയ്ത് കിട്ടിയോ? ഇല്ലടി, വൈകുന്നേരം ആകും. അപ്പൊ അതുവരെ എന്ത് ചെയ്യാനാ പ്ലാൻ? അത് പിന്നെ ഒരു ഫ്രണ്ടിനെ കാണണം. ഓ, മറ്റവളായിരിക്കും അല്ലേ? അതെ. നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്നെ കൊണ്ടത് പറയിപ്പിക്കൽ ആൽബി. ഞാൻ പറഞ്ഞിട്ടുള്ളതാ എനിക്കത് ഇഷ്ടമല്ലാന്ന്. നീ ഒന്ന് വെച്ചിട്ട് പോയേ, വെറുതെ വഴക്കുണ്ടാക്കാനായിട്ട്. ഞാൻ എനിക്കിഷ്ടമുള്ളവരെ കാണും. കണ്ണേ കണ്ണാടിയായി കണ്ടതാണെൻ കുഞ്ഞുമുട്ടെ, കൂട്ടായി നിന്നോടൊത്ത് തോളുരുമ്മിപ്പോന്നതല്ലേ, മേഘത്തേരേറി നാം ഏറെ ദൂരം പോയതല്ലേ, എന്നോട് കൂടാൻ വാ. എന്നിലേ ഇന്നിന്നിലേ നാളമായി എരിയണം എന്തിനോ ഇന്നെന്തിനോ ഇനിയെന്നും കൂടെ കാവൽ നിൽക്കും ഇന്നിത്തണലത്ത് പനിനീരിൻ കുട ചൂടി ഇന്നി ചില്ലയുറയണ് കണ്ണിലുണരണ ഹരിതാഭം ചോരാതെ നാം ഇന്നി തണലത്ത് എൻ ചില്ലയുറയണ് കണ്ണിലുണരണ കണ്ണേ കണ്ണാടിയായി കണ്ടതാണെൻ കുഞ്ഞുമുട്ടെ, കൂട്ടായി നിന്നോട് തോളുരുമ്മിപ്പോന്നതല്ലേ, മേഘത്തേരേറി നാം ഏറെ ദൂരം പോയതല്ലേ, എന്നോട് കൂടെ വാ. ശ്രുതിയായി സ്വരമായി മൊഴിയാൻ നീ എന്നിലൊരു നിഴലാളായി, ഇരവായി പകലായി മുഖമായി നാം തമ്മിലൊരു സൗഹൃദമായി, വണ്ണമഴമേഘം മഞ്ഞുമലരാകെ മൂടി നിന്നൊരാകാശം, ഒത്തുകളിയാടാൻ പെയ്തൊഴിഞ്ഞു താഴെ തമ്മിലെന്തൊരാവേശം, ഇനി എന്നൊരു നാളും പിരിയില്ലൊരു നാളും കനവായിരമില്ലേ തുണ തേടി വരാനായി, ഇനി എന്നൊരു നാളും പിരിയില്ലൊരു നാളും കനവായിരമില്ലേ തുണ തേടി വരാനായി, കുഞ്ഞോലത്തുമ്പിൽ ഞാനും ചങ്ങാതിക്കൂട ചൂടാൻ നിനക്ക് തണലായി അണയാ അണയാ കണ്ണാടിയായി കണ്ടതാണ് അണയായി നിന്നോടത്ത് തോളുരുമ്മിപ്പോന്നതല്ലേ, ദൂരം പോയതണയാ കൂടാൻ വാ. കണ്ണേ കണ്ണാടിയായി കണ്ടതാണ് കുഞ്ഞുമുട്ടെ, കൂട്ടായി നിന്നോടത്ത് തോളുരുമ്മിപ്പോന്നതല്ലേ, മേഘത്തേരേറി നാം ഏറെ ദൂരം പോയതല്ലേ, എന്നോട് കൂടാൻ വാ. എന്താടാ? ഒന്ന് എത്ര നാളായി നിന്നോട് പറയുന്നേ സാരി കൊടുക്കാൻ. ഇപ്പം കണ്ടില്ലേ എന്നാ ലുക്ക. ശരിക്കും
എന്താണ് ഇടുക്കിക്കാരൻ അച്ചായോ ക്രഷ് അടിച്ചോ? ക്രഷ് നിന്നോട് ഒന്ന് പോയേടി അവിടെ. നീ എൻ്റെ ഫ്രണ്ടല്ലേ? ഫ്രണ്ടോ? വെറും ഫ്രണ്ടോ? പറയടാ, ഫ്രണ്ടോ? ബെസ്റ്റ് ഫ്രണ്ട്. സോൾമേറ്റ്. ആ. എന്താ എന്താടി? എന്താ? ആൽബി, എടാ, എനിക്ക് നിന്നെ ഇങ്ങനെ കെട്ടിപ്പിടിക്കാനോ നിന്നെ കൈ തൂങ്ങി കിടക്കാനൊന്നും പറ്റില്ലല്ലോടാ. അതൊക്കെ ഞാൻ ഒരുപാട് മിസ് ചെയ്യില്ലേ? നീ ഇതെന്തോ ഈ പറയുന്നേ? ഇപ്പം നീ പറയുന്നത് കേട്ടാൽ തോന്നുന്നു ഞാൻ എൻ്റെ ചാവാൻ പോവാണ്. എടി 2 ദിവസം കഴിഞ്ഞ് എൻ്റെ കല്യാണമാണ്. അതെ, 2 ദിവസം കഴിഞ്ഞാൽ നിൻ്റെ കല്യാണോ? അതുകൊണ്ടായി പറയണേ. അവൾക്ക് നമ്മുടെ ഫ്രണ്ട്ഷിപ്പൊന്നും ഇഷ്ടമല്ലല്ലോ. അപ്പോൾ പിന്നെ നമ്മളായിട്ടൊരു ഗ്യാപ്പ് ഇടുന്നതല്ലേ നല്ലത്. ശരി, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. നീ എടാ, അത് എടാ, നീ ഇപ്പം പറഞ്ഞില്ലേ നീ അവളെ പറഞ്ഞ് മനസ്സിലാക്കാന്നൊക്കെ. മനസ്സിലാവില്ലടാ. അവൾക്കെന്നല്ല, ഇന്നത്തെ കാലത്ത് ട്രൂ ഫ്രണ്ട്ഷിപ്പൊന്നും അങ്ങനെ ആർക്കും പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് തോന്നുന്നില്ല. കാരണം റിലേഷൻഷിപ്സിൻ്റെ ഒക്കെ പീരീഡ് നഷ്ടപ്പെട്ടു. ഇപ്പോൾ ബെസ്റ്റ് ഫ്രണ്ടാന്ന് പറയുമ്പോൾ എല്ലാവരും ചോദിക്കുന്നത് ബെസ്റ്റി ആണോ അല്ലെങ്കിൽ ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ് ആണോ, പിന്നെ വേറൊരെണ്ണം കൂടെ ഉണ്ടല്ലോ, എന്താ സിറ്റുവേഷൻഷിപ്പേ എന്നൊക്കെയാണ് എല്ലാവരും ചിന്തിക്കുന്നത്. എന്തൊക്കെയല്ലേ. അതെ അതെ. അപ്പോൾ ഇതൊക്കെ കണ്ടും കിട്ടും ജീവിക്കുന്ന സാധാരണക്കാരെ അവളുടെ സംശയത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അല്ലേ? അപ്പോൾ നമ്മളായിട്ടൊന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്യുന്നതല്ലേ നല്ലത്. നീ ഒന്ന് പോയ ജാൻവി. നിൻ്റെ പറച്ചിൽ കേട്ടാൽ തോന്നും കല്യാണം കഴിഞ്ഞവരാരും ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ലെന്ന്. ആൽബി, അങ്ങനൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. മാരേജ് കഴിഞ്ഞും ഗേൾസായിട്ട് ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവർ ശരിക്കും ലക്കിയാടാ. ഇതിപ്പോൾ ഞങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല, ഒരു ബോയുടെ കല്യാണം കഴിഞ്ഞാൽ അവൻ്റെ ആൺ സുഹൃത്തുക്കളോടുള്ള ബന്ധം പോലും കുറഞ്ഞു വരും. ഇതൊന്നും അവർ മനഃപൂർവ്വം ചെയ്യുന്നൊന്നുമല്ല, അതങ്ങനെയാണ്. ഇതൊന്നും പറഞ്ഞാൽ നിനക്ക് ഇപ്പം മനസ്സിലാവില്ല, എല്ലാം വഴിയെ മനസ്സിലായിക്കോളും. ഓ, നിൻ്റെ വലിയൊരു കണ്ടുപിടുത്തം. ഇപ്പം തന്നെ മോൻ്റെ ഫോണിൽ എത്ര കോൾസ് വന്നിട്ടുണ്ടാവും? അപ്പം ശരി, നിനക്ക് അങ്ങ് വരെ പോകാനുള്ളതല്ലേ, നീ വിട്ടോ. ഇപ്പോൾ നൈസായിട്ട് ഒഴിവാക്കുമല്ലേ? നിനക്കിപ്പോഴും എല്ലാം തമാശയാണല്ലേ? അതെ, എനിക്ക് നീ പറയുന്നത് തമാശയായിട്ടാണ് തോന്നുന്നു. അത് വേറെ ഒന്നും കൊണ്ടല്ല. നിനക്കറിയാലോ, 4-5 വർഷമായിട്ട് നീ എൻ്റെ കൂടെ തന്നെ ഇല്ലേ. പലപ്പോഴും നമ്മൾ വഴക്കുണ്ടാക്കിയിട്ടില്ലേ, മിണ്ടാതിരുന്നിട്ടില്ല. പക്ഷേ അതൊന്നും ഒരിക്കലും നമ്മുടെ ഫ്രണ്ട്ഷിപ്പിനെ ബാധിച്ചിട്ടില്ല. ചിലപ്പോൾ ശരിയായിരിക്കും ജാൻവി, അല്പം ഗ്യാപ്പൊക്കെ വന്നുവന്നിരിക്കും. പക്ഷേ നിനക്കെന്നെയോ എനിക്ക് നിന്നെയോ മാറ്റി നിർത്താൻ പറ്റുമോടാ? നിനക്ക് തരുന്ന പ്രയോറിറ്റി അതെന്നും നിനക്ക് തന്നെയായിരിക്കും ജാൻവി. അപ്പം നിങ്ങളുടെ സ്നേഹമുണ്ടല്ലോ പട്ടി.
ആ